യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. 2000-ൽ പരം വർഷമായി യേശു തൻ്റെ സഭയെ പണിയുന്നു. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാതെ വണ്ണം അതിശക്തമായ രീതിയിൽ 1-ാം നൂറ്റാണ്ട് മുതൽ പണിയപ്പെടുന്ന തൻ്റെ മനോഹരമായ സഭയ്ക്കായി ഞാൻ എൻ്റെ യേശുവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അത്യുന്നതവും അതിശ്രേഷ്ഠവും അതിമനോഹരവുമായ ഈ ശുശ്രൂഷയിലേക്ക്, തിരുസഭയുടെ പണിയിലേക്ക് തമ്പുരാൻ എന്നെയും വിളിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ 30-ൽ പരം വർഷമായി ഈ ശുശ്രൂഷയിലായിരിക്കുവാൻ ദൈവം ഭാഗ്യം തന്നതിനാൽ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാകുന്നു. ഏതാണ്ട് 30 വർഷം മുൻപ് ബൈബിൾ സ്കൂൾ പഠനത്തിന് ശേഷം ഒരു സൈക്കിളുമായി നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുവാൻ നല്ല തിരുമേനി ഭാഗ്യം തന്നു. പലപ്പോഴും എവിടെ ഇറങ്ങണമെന്നറിയാതെ മരച്ചുവട്ടിലും മരത്തിൻ്റെ മുകളിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ രാത്രികാലങ്ങൾ ചെലവഴിച്ചു നോക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്നാൽ ഇന്നെല്ലാം ധന്യമായി തീർന്നു. തൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ധന്യമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്ത തമ്പുരാൻ കഴിഞ്ഞ 6 വർഷം മുമ്പ് കേരളത്തിൽ ഒരു ഓർഫനേജ് തുടങ്ങുവാൻ ഭാഗ്യം തന്നു. ആ ഓർഫനേജിനോടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളെ ആരാധിപ്പിക്കുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങൾക്ക് എവിടെ പോയി ആരാധിക്കുമെന്നറിയാതെ ഭാരപ്പെട്ടപ്പോൾ എൻ്റെ ഭാര്യ ഷീബ ഞങ്ങളുടെ സഭായോഗത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങളോടൊപ്പം ആരാധിക്കുവാൻ വേണ്ടി കൊട്ടാരക്കരയിലേക്ക് പോവുകയും ഓർഫനേജിൽ വെച്ച് ഒരു ആരാധന തുടങ്ങുകയും ചെയ്തു. 1-2 ആഴ്ചക്കകം ഒരാത്മാവോടെ കടന്നു വരുവാൻ ദൈവമിടയായി. ഒത്തിരി ഭാരപ്പെട്ട ദിലീപും കുടുംബവും. അതിനുശേഷം കടയ്ക്കൽ നിന്നുള്ള ഒരു സഹോദരിയെ 6 വർഷത്തിലധികമായി കെട്ടിയിട്ടിരിക്കുന്നുവെന്നറിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും സ്വർഗത്തിലെ ദൈവം അതിന് വിടുതൽ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കടയ്ക്കൽ നിന്ന് അടുത്ത ആഴ്ചയിൽ ഒരു ജീപ്പ് ആളുകൾ വന്നു. ഇന്ന് ഒരു ബസ് നിറയെ ആളുകൾ കടയ്ക്കൽ നിന്ന് വരുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കടയ്ക്കൽ നിന്ന്, കൊല്ലത്തു നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, അടൂർ നിന്ന്, കായംകുളത്തു നിന്ന്, ആലപ്പുഴയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനാൽ ദൈവനാമത്തെ ഉയർത്തുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 11 ക്യാൻസർ പേഷ്യൻറ്റുകളെ കർത്താവ് നമ്മുടെ സഭയ്ക്കകത്ത് സൗഖ്യമാക്കി തന്നു. ബ്ലഡ് ക്യാൻസറിനാൽ ഭാരപ്പെട്ടിരുന്ന അനേകരും ദൈവകൃപ പ്രാപിക്കുവാൻ, രോഗസൗഖ്യം പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കി. നോക്കി നിൽക്കെ മുഴകൾ അപ്രത്യക്ഷപ്പെട്ട പല സംഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഉറപ്പും ധൈര്യവും കർത്താവ് ഒരിക്കൽ കൂടെ തരുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. മെൻ്റൽ പേഷ്യൻറ്റുകൾ, പിശാചിനാൽ ബാധിക്കപ്പെട്ടവർ, കെട്ടിയിടപ്പെട്ടവർ, തളർന്നു കിടന്നവർ ഒക്കെ ഇവിടേക്ക് കടന്നു വരുവാനിടയായി. അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നവർ പോലും അത്ഭുതപ്പെടുവാൻ തക്കവണ്ണം ദൈവം അവരെ സൗഖ്യമാക്കിയ തൻ്റെ മഹാസ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഇതൊരു മെഗാ ചർച്ചയായി വളരുവാൻ തമ്പുരാൻ ഭാഗ്യം നൽകി. ഞങ്ങളുടെ ആരുടെയും കഴിവല്ല, യേശുവിന് നമ്മോടുള്ള സ്നേഹം, തൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം ഞങ്ങളുടെ സഭയോട് ദൈവം കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ ഒരു ഹാളിൽ തുടങ്ങിയ ആരാധന ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഒരു മെഗാ ചർച്ചായി രൂപം പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കി. ആശിക്കുന്നു വരുന്ന ഈ ഒരു വർഷം കൊണ്ട് 5000-ത്തിലധികം ആളുകൾ ഞങ്ങളോടൊപ്പം ആരാധിക്കുമെന്ന് ഞങ്ങൾ ആശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിനായി കാത്തിരിക്കുക. ഈ തുടങ്ങി വെച്ച സംരംഭങ്ങളൊന്നും കുറഞ്ഞു പോയിട്ടില്ല. കാരണം യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇന്നിപ്പോൾ നമുക്ക് വന്നിരുന്ന് ആരാധിക്കുന്ന സ്ഥലം പോരാ എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഇട്ടിരിക്കുന്ന ടെന്റ് ഒരല്പം കൂടെ നീട്ടുക ഈ ദിവസങ്ങളിൽ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ഇട്ട ടെന്റിന് 7 ലക്ഷം രൂപയിലധികമായി. അടുത്തൊരു 7 ലക്ഷം രൂപയുടെ ഉണ്ടെങ്കിൽ അടുത്തൊരു 1000 പേർക്ക് കൂടെ ഇരിക്കുവാൻ കഴിയത്തക്ക ഒരു ടെന്റ് ഇവിടെ ഉണ്ടാവും. വാഹന സൗകര്യം നമുക്കില്ല. 3 ബസ്സുകൾ നമുക്ക് വേണ്ടി ഓടുകയാണ്. ഓരോ ആഴ്ചയും അതിനുവേണ്ടി ചെലവാക്കുന്ന പണം ഒരുപാടാണ്. എന്നാൽ ഞാൻ ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഭക്തരെ തമ്പുരാൻ കൈവിട്ടിട്ടില്ല. ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്ന ദൈവം ഇനിമേലും സഹായിക്കുവാനും കരുണ കാണിപ്പാനും മതിയായവനും വിശ്വസ്തനുമാണ്. എന്നോടൊപ്പം 7 പരം ശുശ്രൂഷകന്മാർ കൊട്ടാരക്കരയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞങ്ങൾ ഒന്നിച്ച് അധ്വാനിക്കുന്നു, കർത്താവ് ഫലം തരുന്നു. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള യേശുപ്പച്ചൻ്റെ വചനപ്രകാരം തന്നെ എൻ്റെ ഭാര്യ ഷീബയും മകൻ നോർമനും
നോയലും ഞങ്ങൾ ഒന്നിച്ച് അധ്വാനിക്കുന്നു. ദൈവം ആത്മാക്കളെ തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് കൊയർ ലീഡ് ചെയ്യുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. അതിൽ വളരെ ആനന്ദമുണ്ട്. മറ്റൊരു ആനന്ദകരമായ വസ്തുത, ഞങ്ങളോടൊപ്പം ആരാധിക്കുന്നത് വിടുതൽ പ്രാപിച്ചവർ മാത്രമാണ്. 90% ഹൈന്ദവരിൽ നിന്ന് വന്നവരും 1% മുസ്ലിംസും, ബാക്കിയുള്ളത് നാമധേയ ക്രിസ്ത്യാനികളിൽ നിന്ന് വന്നവരും, യാക്കോബായ, മർത്തോമായ, CSI എന്നീ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരും. സന്തോഷത്തോടെ പറയട്ടെ, പെന്തക്കോസ്ത് ഫാമിലിയിൽ നിന്ന് 3 കുടുംബങ്ങളെ നമ്മോടൊപ്പം ആരാധിക്കുന്നു. ദൈവസ്നേഹം മറ്റുള്ളവരോട് പറയുവാൻ, അവരെ പഠിപ്പിക്കുവാൻ, നമ്മൾ ആശിക്കുന്നത് പോലെ അവരെ വളർത്തിക്കൊണ്ട് വരുവാനും ആയതുമൂലം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. ആരാധിക്കുവാൻ വരുന്ന ദൈവമക്കൾ തമ്മിൽ അവരുടെ സ്നേഹവും ഐക്യതയും പ്രശംസനീയമാണ്. ശനിയാഴ്ച വൈകുന്നേരം അവർ പലരും നേരെ ചർച്ചിൽ വരും. അവിടെ അവരെല്ലാവരും ചേർന്ന് ഞായറാഴ്ചത്തേക്കുള്ള ആഹാരം കുക്ക് ചെയ്യുന്നു. വളരെ ആനന്ദത്തോടുകൂടെ രാത്രിയിൽ അവർ കഠിനാധ്വാനം ചെയ്യും. ദൂരെ നിന്ന് വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആഹാരം കൊടുത്തുവിടുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകുന്നു. പലരും ആരാധനയ്ക്ക് ഭവനത്തിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നത് രാവിലെ 6:30-ക്കാണ്. വീട്ടിൽ ചെന്നെത്തുന്നതും തിരുവനന്തപുരം സൈഡിൽ നിന്നും ഒക്കെ ഉള്ളവർ അവരുടെ ഭവനത്തിൽ ചെന്നെത്തുന്നത് രാത്രി ഒത്തിരി ലേറ്റ് ആയിട്ടാണ്. അവർക്ക് സ്വന്തം വീടിന്റെ മുൻപിൽ നിന്നൊരു ബസ് കയറുവാൻ കഴിയുകയില്ല. നമ്മുടെ ബസ് അതുവഴി വരുമ്പോൾ അവർ സ്വന്തം ഭവനത്തിൽ നിന്ന് ഇറങ്ങി അനേക കിലോമീറ്ററുകൾ നടന്ന് ആരും കാണാത്ത സ്ഥലത്തു നിന്ന് കയറി വരുന്നു. അതുപോലെ പോകുമ്പോഴും അവരുടെ സ്ഥലമല്ലാതെ മറ്റൊരു സ്ഥലത്തിറങ്ങി അവർ നടന്ന് അവരുടെ ഭവനങ്ങളിൽ ചെല്ലുന്നു. ഒത്തിരി എതിർപ്പുകൾ ആ ഭവനങ്ങളിൽ അവർ അനുഭവിക്കുന്നു. എങ്കിലും ലഭിച്ച രക്ഷയും സന്തോഷവും മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ അവർ ഒരു കാലത്തും മടി കാണിച്ചിട്ടില്ല. ഹൈന്ദവ സഹോദരങ്ങൾ അവർ ദൈവഭാഗത്തേക്ക് വന്നപ്പോൾ അവരുടെ തീഷ്ണത കണ്ട് പലപ്പോഴും എന്നെ തന്നെ ശോധന ചെയ്യുവാൻ മറ്റുള്ളവരോട് എനിക്ക് എത്രയോ പ്രാവശ്യം പറയാൻ കഴിയാതെ ഇരുന്നത് ഈ കുഞ്ഞുങ്ങൾ പറയുന്നുവല്ലോ എന്ന് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, അവരുടെ വിശ്വാസം. അവരിൽ പലരും വരുന്നത് വലിയ എണ്ണക്കുപ്പികളുമായിട്ടാണ്. അത് നിറച്ച് എണ്ണയുമായിട്ട് അവർ ആശയോടെ വരും. ആ എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കും. അതവർ വിശ്വാസത്തോടെ മറ്റുള്ളവരുടെ ദേഹത്ത് തൊട്ടിടുകയും അവിടെ സൗഖ്യം സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതെന്താണെന്ന് പലർക്കും ചോദ്യചിഹ്നമായിരിക്കുന്നു. എന്നാൽ അവർ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു കൊടുത്തു വിടുന്ന എണ്ണ കൊണ്ട് തൊട്ടിട്ട് സൗഖ്യം പ്രാപിച്ച ഒത്തിരി പേർ ഞങ്ങളുടെ സഭയിലുണ്ട്. മാത്രമല്ല, അവർ പഞ്ചസാര കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പറയും, ഡാഡി ഇതൊന്ന് പ്രാർത്ഥിച്ചു തരുമോ? കയ്പ് നിറഞ്ഞ പല ജീവിതത്തിനും ഇതുമൂലം വ്യത്യാസം വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ അക്കാലങ്ങളിൽ പ്രാർത്ഥിച്ച് പഞ്ചസാര കൊടുത്തു തുടങ്ങി. പല ജീവിതങ്ങളുടെയും കയ്പവസ്ഥ മാറിപ്പോയി. കള്ളുകുടിയന്മാരുടെ ഭവനം മാനസാന്തരത്തിലേക്ക് വരുവാൻ ദൈവം ഭാഗ്യം കൊടുത്തതിനാൽ അങ്ങനെയുള്ള ഒത്തിരി പേരെ ഈ സഭയിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എല്ലാവരുടെയും സാക്ഷ്യമെടുത്ത് കാണിപ്പാൻ കഴിയില്ല. എങ്കിലും ചിലരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അറിവിനായി ഒരു സഭായോഗത്തിൽ നടന്നത് എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സഭായോഗം പലപ്പോഴും രാവിലെ 9:45 തുടങ്ങി വൈകുന്നേരം 2 മണി വരെ നീണ്ടുപോകുന്നു. ആർക്കും ഒരു കംപ്ലൈന്റുമില്ല. ഇത് രാത്രി 8 മണി വരെ നീണ്ടാലും കംപ്ലൈന്റ് ഉണ്ടാവുകയില്ല എന്നും എനിക്കറിയാം. വരും കാലങ്ങളിൽ 10,000-കണക്കിന് ആത്മാക്കൾ വന്ന് ആരാധിക്കും. സർക്യൂട്ട് TV വെച്ച് അവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ രാത്രി 8 or 10 മണി ആയാലും ആർക്കും ഒരു പരിഭവം ഉണ്ടാവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആശിക്കുന്നു. 1-ാം നൂറ്റാണ്ടിന്റെ അനുഭവത്തിനായി കാത്തിരിക്കുന്നു. നിങ്ങളും ദയവായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമാറാണമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാകുന്നു. ഞങ്ങളുടെ ആരാധന തീരുന്ന സമയത്ത് സ്തോത്രകാഴ്ചയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇന്ത്യയുടെ മാപ്പിനെ തൊട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാജ്യത്തെ നേടുവാൻ എന്നെ ഒരുക്കണമേ, എൻ്റെ കുടുംബത്തെ ഒരുക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ മിഷണറിമാരായി അയക്കണമേ എന്നുള്ള കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു. എല്ലാവരും തമ്മിൽ വിളിക്കാറുണ്ട്. ഒത്തിരി ഫോൺ പൈസ ചെലവാകാറുണ്ട്. എങ്കിലും തമ്മിൽ പ്രബോധിപ്പിക്കുകയും തമ്മിൽ ശക്തീകരിക്കുകയും തമ്മിൽ വിളിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സഭയായി ഇത് വളർന്നു വരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, ഏറെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഞങ്ങൾക്ക് ഏറെ ആവശ്യമാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഭാഗഭാക്കാകുമോ? ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് എന്ത് പങ്കാളിത്തമുണ്ട്? വളർന്നു വരുന്ന ഈ സഭയെ നിങ്ങൾ